തൊഴിലാളി യൂണിയൻ DYFI സംയോജിത കൃഷിയുടെ ഭാഗമായി നടത്തുന്ന നടീൽ ഉത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുകയാണ്. ഇതിനകത്ത് സ്വാഗതം പറയുന്നതിന് വേണ്ടി പള്ളിയാക്കൽ ബാങ്കിൻ്റെ പ്രസിഡന്റ് ഷാനെ വിളിക്കാം. ലെമ്പാടും വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുപ്രസ്ഥാനത്തിൻ്റെയും മഹിളാ യുവജന സംഘടനകളുടെ എല്ലാ നേതൃത്വത്തിൽ വലിയ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തി വരുന്നത്. നമ്മുടെ ജില്ലയിൽ പാർട്ടി നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് കതിർ എന്ന് പറയുന്ന പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇത് എല്ലാ ആളുകൾക്കും യോജിച്ച് പ്രവർത്തിക്കാവുന്ന ഒരു സംഘടനയാണ്. ഇതിൻ്റെ മുഖ്യമായ ലക്ഷ്യം നമ്മുടെ കേരളത്തിലെ ഭക്ഷ്യോൽപാദനത്തിന് കാര്യമായിട്ടുള്ള സംഭാവന നൽകുക എന്നുള്ളതാണ്. ഇതിന് ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എല്ലാം ബഹുമാന്യനായിട്ടുള്ള പ്രിയ സഖാവ് S. സതീഷാണ്. സഖാവിനെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അതുപോലെ തന്നെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ഏഴിക്കര ലോക്കൽ കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്ന സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സഖാവ് KS അനീഷ്, സഖാവ് കതിർ എന്ന് പേരിട്ടുകൊണ്ട് ഒരു കാർഷിക കൂട്ടായ്മ ഞങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. ജില്ലയ്ക്കകത്തെ മുഴുവൻ കർഷകരെയും കൃഷിയോട് താല്പര്യമുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും ഈ കൂട്ടായ്മയുടെ ഭാഗമായി അണിനിരത്തുകയും ഇവിടെ സൂചിപ്പിച്ച പോലെ പരമാവധി കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ സമീപനം സ്വീകരിക്കുകയാണ്. തരിച്ചു കിടക്കുന്ന ഇടങ്ങളെല്ലാം കൃഷി ചെയ്യാൻ സന്നദ്ധമാവുന്ന ഒരു രൂപത്തിലേക്ക് മാറ്റി തീർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിന് കർഷകരുണ്ട്, കർഷക തൊഴിലാളികളുണ്ട്, സ്ത്രീകളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, അതുപോലെ തന്നെ ഈ നാട്ടിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ പോലുള്ള കർഷകരെ സഹകരിക്കുന്ന അത്തരം പ്രസ്ഥാനങ്ങളുണ്ട്. അവരെ എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് അതിവിപുലമായ ഈ പ്രവർത്തനത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. ഈ ഓണത്തിന് മുന്നോടിയായി ഓണത്തിൻ്റെ വിളവെടുക്കാൻ സഹായകരമാകുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓണത്തിന് പരമാവധി നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പച്ചക്കറികളെല്ലാം നമ്മൾക്ക് എടുക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഒരു നടീൽ പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓണം മാത്രമല്ല, തുടർന്ന് അങ്ങോട്ടും ഈ പ്രവർത്തനത്തെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് കണ്ടിട്ടുള്ളത്. മത്സ്യം, മാംസം, മുട്ട, പൊക്കാളി ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം കൃഷിയെയും പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ സമീപനം എടുക്കുന്നു. അതിനോടൊപ്പം തന്നെ വീട്ടുമുറ്റങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും മട്ടുപ്പാവ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അടുക്കളത്തോട്ടങ്ങൾ പോലെയുള്ള കൃഷികളെ വികസിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനം എടുക്കുന്നു. ഇത്തരത്തിൽ വലിയ ഒരു പ്രവർത്തനത്തിലൂടെ നമ്മുടെ കാർഷിക സംസ്കൃതിയെ തിരിച്ചു പിടിക്കുക എന്ന ഒരു പ്രക്രിയ കൂടിയാണ് ഞങ്ങൾ നിർവഹിക്കാൻ പരിശ്രമിക്കുന്നത്. കൃഷി എന്നുള്ളത് വലിയൊരു കൂട്ടായ്മയാണ്. അത് നമ്മുടെ നാടിൻ്റെ ഐക്യത്തെയും മുന്നോട്ടുള്ള പ്രയാണത്തിനും വലിയ സഹായകരമാവുന്നതാണ്. മനുഷ്യനെ പരസ്പരം വിഭജിക്കുന്ന ഒരു കാലത്ത് കൃഷിയുടെ രൂപത്തിലെല്ലാം മനുഷ്യർ കൂടിച്ചേരുന്ന കൂട്ടായ്മകൾക്ക് വലിയ രാഷ്ട്രീയ അർത്ഥങ്ങളുണ്ട് എന്നാണ് ഞങ്ങൾ കാണുന്നത്. ആ അർത്ഥത്തിൽ നമ്മുടെ ഓരോ മുക്കിലും മൂലയിലും ഇതിനോട് തൽപരരായ മുഴുവൻ ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വികസിപ്പിക്കുക എന്ന ഒരു പ്രവർത്തനത്തിനാണ് കതിർ കൂട്ടായ്മ നേതൃത്വം കൊടുക്കുന്നത്. ഇവിടെ പള്ളിയാക്കൽ വലിയ മാതൃകാപരമായ ഒരു പ്രദേശമാണ്. നേരത്തെയും കൃഷിക്ക് വലിയ പ്രോത്സാഹനം നൽകുകയും കേരളത്തിലെല്ലാവരും വളരെയേറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തതാണ്. ഇപ്പോൾ പള്ളിയാക്കൽ സൊസൈറ്റിയുടെ കൃഷിയിടങ്ങൾ കാണാൻ വേണ്ടി കേരളത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ആളുകൾ എത്താറുണ്ട്. ജൈവ കൃഷിയെ സംബന്ധിച്ച് വലിയ അവബോധം സൃഷ്ടിക്കുന്നതിൽ വലിയ മാതൃകാപരമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തെ കർഷകരും അതിൻ്റെ പ്രവർത്തകരും എല്ലാമാണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. എത്തിക്കാൻ കതിർ കൂട്ടായ്മ വളരെ ഗൗരവമായ ഇടപെടൽ നടത്തും. ഇവരുടെ എല്ലാവരുടെയും പിന്തുണയോടെയാണ് ആ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. ഇവിടെ പറവൂർ ഏരിയ കമ്മിറ്റിയുടെ ഏരിയ തലത്തിലുള്ള ഈ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ ഇപ്പോൾ നിർവഹിക്കപ്പെടുന്നത്. എല്ലാവരുടെയും അനുവാദത്തോടെ ഈ തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്ക് വെച്ചിരിക്കുന്നു. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ പച്ചക്കറി ഉൽപ്പാദന മേഖലയിലും അതുപോലെ തന്നെ മുട്ട, കോഴി, മത്സ്യ കൃഷി മേഖലയിലെല്ലാം തന്നെ ജില്ലയിലെ വിവിധ ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഏരിയാതല ഉദ്ഘാടനമാണ്, പറവൂരിലെ ഏരിയാതല ഉദ്ഘാടനമാണ് ഇപ്പോൾ ഏഴിക്കരയിൽ വെച്ചിട്ട് വർഗീസ് ഏട്ടൻ്റെ കൃഷിയിടത്തിൽ നടക്കുന്നത്.
ചുരുങ്ങിയത് 10 ഏക്കർ സ്ഥലത്ത് പുതുതായി കൃഷി ആരംഭിക്കണമെന്നാണ് പറവൂരിലെ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. സംയോജിത കൃഷി സംസ്ഥാനത്ത് വ്യാപകമാക്കുന്നതിന് വേണ്ടിയുള്ള ആലോചന പാർട്ടി തുടങ്ങിയപ്പോൾ അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടന സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്തുകൊണ്ട് നടത്തിയത് ഏഴിക്കരയിൽ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ മാതൃകാപരമായ ധാരാളം സംയോജിത കൃഷിത്തോട്ടങ്ങളുണ്ട്. ഈ തോട്ടത്തിൽ തന്നെ ഇപ്പോൾ നമ്മൾ പച്ചക്കറി കൃഷിയാണ് ചെയ്യുന്നത്. ഇവിടെ മീനുണ്ട്, ഇവിടെ കോഴിയുണ്ട്, താറാവുണ്ട്, എല്ലാം ഉണ്ട് സംഗതി. ഇങ്ങനത്തെ നിരവധി തോട്ടങ്ങൾ, സംയോജിത കൃഷി തോട്ടങ്ങൾ ഏഴിക്കര പഞ്ചായത്ത് തന്നെയുണ്ട്. ഏറ്റവും കുറവ് പാക്കറ്റ് പാല് ചിലവാകുന്ന നമ്മുടെ ജില്ലയിലെ ഒരു കേന്ദ്രം. പാലിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തം എന്ന് പറയാൻ സാധിക്കില്ലെന്നുള്ള ഏഴിക്കര പഞ്ചായത്താണ്.